ബാപ്പക്കും ഉമ്മക്കും നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷാണ്. നമ്മുടെ നടപ്പനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു ചര്യയുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കരുത്. എന്താണത്? തറവാട്ട് വീട്ടില് അനുജന്റെ കൂടെ ബാപ്പയും ഉമ്മയും താമസിക്കും. നാട്ടിലൊരു പതിവ് അങ്ങനെ വന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ ബാപ്പാനി ഉമ്മാനി ഇടക്കിടക്ക് നമ്മളെ വീടുകളിലൊക്കെ താമസം കൊടുക്കണം. ബറക്കത്ത് വീട്ടിലുണ്ടാകാൻ. ഒരാഴ്ച ഇവിടെ, ഒരാഴ്ച അവിടെ, ഒരാഴ്ച അവിടെ, അങ്ങനെ മാറി മാറി അവർക്ക് ഭക്ഷണം കൊടുക്കും. ഒരു മാസക്കാലം ആ ബാപ്പക്കും ഉമ്മക്കും മരുന്ന് വാങ്ങാൻ 10,000 ചെലവ് വരുമെങ്കിൽ 4 ആളുണ്ടെങ്കിൽ 4 ആളും കൂടി 2500 വീതം എല്ലാവരും കൊടുക്കുക. 10,000 നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാപ്പക്ക് കിട്ടുന്ന പെൻഷനും ഓനിത്രയും തോന്നെ ശമ്പളമൊക്കെ അല്ലേ ആണ് സഹകരിച്ച് ഒപ്പിച്ച് പോയിക്കോളും. നീ എന്തിനാ മോനായത്? ഞാൻ മോനായത് വാപ്പുണ്ട് വെക്കുമ്പോ വാപ്പുണ്ട്, അൽഹംദുലില്ലാ വാപ്പാക്ക് നല്ല ആഫിയത്തൊക്കെ ഉണ്ട്, വാപ്പുണ്ട് ഇത് പറയാനാ ഞാൻ മോനായത്. അതിന് മോനാകേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാൻ മാത്രം മോനാകേണ്ട ആവശ്യമില്ല, മോളാകേണ്ട ആവശ്യമില്ല. കൊടുക്കണം, ഹക്ക് വീട്ടണം. ഒരാളിൽ മാത്രം അത് നിക്ഷിപ്തമല്ല. ഞാൻ പലപ്പോഴും ഈ വിഷയം പറയുമ്പോ പല ആൾക്കാരും ചോദിക്കും, ഉസ്താദേ നാട്ടിൽ അങ്ങനെ വന്നുപോയില്ലേന്ന്. അതിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ നിങ്ങളും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രായമാകുമ്പോ നിങ്ങൾ എല്ലാ മക്കളും എന്നെ നോക്കണം എന്നല്ലേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുക? അതെ, അതങ്ങനെ തന്നെ. എന്റെ കുട്ടികളൊക്കെ എന്നെ നോക്കണം. എന്നാ പിന്നെ ആ വാപ്പാന്റെ മക്കൾ തന്നെയല്ലേ നിങ്ങൾക്കും അങ്ങനെ നോക്കിയൂടെ? അത് ചോദിക്കുമ്പോ അർത്ഥമല്ല. നിങ്ങളെ മക്കളൊക്കെ അത് നോക്കണം ഉസ്താദേ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ആഫിയത്തൊന്നും എനിക്ക് ഉണ്ടാകൂല, ഞാൻ വിശ്രമത്തിലായിരിക്കും. എല്ലാരും കൂടി നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ആപ്പിലായി പോകൂലേ? അതേ ഒരു ചിന്ത നിങ്ങളെ വാപ്പക്കും വരുമെന്ന് നിങ്ങളെ മനസ്സിൽ വേണം, ബോധത്തിൽ വേണം. എന്നിട്ട് അവരോടുള്ള കടപ്പാട് വീട്ടണം. നല്ല ഭക്ഷണം ഭക്ഷിപ്പിക്കണം, വസ്ത്രങ്ങൾ കൊടുക്കണം, സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് അവരെ മനസ്സിന്റെ പൊരുത്തം നമ്മൾ വാങ്ങണം. മനസ്സിന്റെ തൃപ്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വലിയ സന്തോഷമാണ്. വേറൊരാള് ചോദിച്ചു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എപ്പോഴും നാവ് കൊണ്ട് ശല്യം ചെയ്യുന്നൊരു ഉമ്മ എനിക്കുണ്ട്. കേട്ടോളി, ഉമ്മ ഭയങ്കര ശല്യാണ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു നബി തങ്ങളുടെ അടുത്തേക്ക്. നബിയെ, എനിക്കൊരു ഉമ്മ ഉണ്ട്, ഇന്നലി വാലിദ ഉംഫിഖു അലൈഹ, ഞാൻ ആ ഉമ്മാക്ക് ചെലവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ വഹിയ തുദീനി ബിലിസാനിഹാ, നാവ് കൊണ്ട് എപ്പോഴും എന്നെ ഇടങ്ങേറാക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ല ചോദ്യ. ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ ഒന്ന് കുറച്ച്, നീ എവിടെയെന്നു ഇത്ര നേരം വൈകിട്ടാ വരല്? ഞാനൊന്നും പറയില്ല. ഞാൻ ഉമ്മ അങ്ങനെ പറയുമ്പോ സുബൂർ ചെയ്ത് മുന്നോട്ട് പോലാണ്. പക്ഷെ എപ്പോഴും നാവ് കൊണ്ട് എന്നെ ഇടങ്ങേറാക്കും, ശല്യം ചെയ്യും. ഞാനാ ചെലവ് കൊടുക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടെന്നാ? പെട്ടെന്ന് ഉമ്മാനെ പണിയാക്കണമെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, അദ്യ ഹഖഹുമാ, നീ അവർക്കുള്ള ഹക്ക് വീട്ടണം, നീ അവർക്കുള്ള അവകാശം വീട്ടണം, വീട്ടിക്കൊടുക്കണം. ഫവല്ലാഹി ലൗ ഖതഅത ലഹ്മക മാ അദ്ദൈത റുബുഅ ഹഖിഹാ, ആ ഉമ്മ നിന്റെ ഇറച്ചി മുറിച്ചെടുത്താലും ഉമ്മാനോടുള്ള ഹക്കിൽ നിന്ന് 1/4% നീ വീട്ടിയവനാകൂല. നാവ് കൊണ്ടുള്ളൊരു ശല്യമല്ലേ നീ പറഞ്ഞത്? നാവ് കൊണ്ട് ശല്യം ചെയ്താലും കൊടുക്കുന്നതിനോ ബാധ്യത നിറവേറ്റുന്നതിനോ കുറവ് വരുത്താൻ പാടില്ല. അത് പൂർണ്ണാർത്ഥത്തിൽ നീ കൊടുത്തേക്കണം. നിന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം ഉമ്മ അങ്ങ് മുറിച്ചെടുത്തു എന്ന് കൂട്ടിക്കോളൂ, എന്നാലും ആ ഉമ്മാക്കുള്ള ഹക്കിന്റെ ബാധ്യതയുടെ 1/4% നീ വീട്ടിയവനാകൂല. എന്നിട്ട് പറഞ്ഞു, അമാ അലിംത അന്നൽ ജന്നത തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗം. അവരുടെ പൊരുത്തമാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത്, അവരുടെ തൃപ്തിയാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത്. നിന്റെ അമലിന്റെ കൂമ്പാരം മാത്രം കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് മോഹിക്കരുത്. ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം വേണം, രണ്ടുപേരുടെയും പൊരുത്തം വേണം. അതിൽ ഉമ്മാക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനവും നൽകേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം ഉമ്മാക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടപ്പാടുകൾ ഉമ്മ
നിർവഹിച്ചിട്ടുണ്ട്. ബാപ്പ നിർവഹിക്കാത്ത കടപ്പാടുകൾ ഉമ്മ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രണ്ടുപേർക്കും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മാനെ മാത്രമാണ് അല്ലാഹ് എടുത്തു പറയുന്നത്. ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ. പ്രയാസം സഹിച്ചിട്ട് ഉമ്മ ഗർഭം ധരിച്ചു. എത്ര വേദന വന്നിട്ടും ഭക്ഷിക്കാൻ കഴിയാതെ 2-3 മാസങ്ങൾ ഉമ്മ വെള്ളം മാത്രം കുടിച്ചിട്ടും 4 മാസക്കാലം ഉമ്മ അതാ ഗുൾക്കൂസ് മാത്രം കഴിച്ചിട്ടും നിന്നെ ഒന്ന് പുറന്തള്ളാനോ നിന്നെ ഒഴിവാക്കാനോ ഗർഭം മലസിപ്പിക്കാനോ ഇത് വേണ്ടാന്ന് വെക്കാനോ തീരുമാനിക്കാതെ സഹിച്ചു. ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ. പ്രയാസം സഹിച്ചല്ലേ പ്രസവം നടത്തിയത്. ആ പ്രസവത്തിൽ എന്തൊരു വേദനയുണ്ട്. ആ വേദന സഹിച്ചു. വേദന സഹിച്ചിട്ട് ഉമ്മ നിന്നെ വാരിപ്പുണർന്ന് മടിയിലേക്ക് വെക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന നിന്റെ ഉപ്പ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ 2 കവിളിന്റെ ഭാഗത്തും അതാ ഒരു ചാല് കാണുന്നുണ്ട്. കരഞ്ഞ അടയാളമാണ്. നൊമ്പര വേദന കൊണ്ട് കരഞ്ഞതാണ്. അത്ര പ്രയാസം ഉമ്മ സഹിച്ചിട്ടുണ്ട് മോനെ. അതുകൊണ്ട് ഉമ്മാനെ നീ പ്രത്യേകം ഒന്ന് നോക്കേണ്ടതുണ്ട്. ഉമ്മാക്ക് നിനക്ക് ഉമ്മാനോട് കൂടുതൽ കടപ്പാടുണ്ട്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. ഗർഭം ധരിച്ചതും മുലയൂട്ടിയതും മൊത്തം കൂട്ടി നോക്കുമ്പോ 30 മാസമാണ്. 1-2 ദിവസമല്ല ആ പ്രയാസം സഹിക്കുന്നത്. 30 മാസക്കാലം സഹിക്കുന്ന പ്രയാസം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലല്ലോ. പക്ഷേ നിനക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചെങ്കിലും ഉമ്മ നിന്നെ വേണ്ടാന്ന് വെച്ചില്ല. നിന്നെ വലിച്ചെറിയാൻ തീരുമാനിച്ചില്ല. സന്തോഷത്തോടെ നിന്നെ പോറ്റി വളർത്തി. ഇങ്ങനെ നാവ് കൊണ്ട് ഇടങ്ങേറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാക്കുള്ള ഹക്കൊക്കെ നീ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി വീട്ടിലേക്ക് ചെന്നു. ഒന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, നബിയെ ഞാൻ വീട്ടിലേക്ക് പോകാൻ, ഞാൻ ഇനി ഉമ്മാനോട് ഒന്നും ഞാൻ എതിർത്ത് പറയില്ല എന്ന് പറഞ്ഞു. വല്ലാഹി ലാ അഖൂലു ലഹുമാ ശൈഅൻ. പാപ്പാനോട് ഉമ്മാനോട് ഞാൻ എതിർത്തൊന്നും പറയില്ല നബിയെ. ഇങ്ങണ്ട് എന്ത് ശല്യം ചെയ്ത് പറഞ്ഞാലും ഞാൻ ഒന്നും പറയൂല. അങ്ങനെ ഉമ്മാന്റെ അടുത്തെത്തി. ഉമ്മാന്റെ 2 കദമെടുത്ത് ആ സ്വഹാബി ചുംബിച്ചു. കാൽപാദത്തിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ വാലിദത്തി ബിദാലിക അമറനീ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ കാൽപാദത്തിന്റെ കീഴിലാണ് എനിക്കുള്ള സ്വർഗം എന്ന് പറഞ്ഞു. നിങ്ങളെ കാൽപാദം ചുംബിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ. കാരണം നബിതങ്ങളിൽ നിന്ന് കേട്ട ഹദീസ് കൊണ്ട് ഞാൻ അങ്ങനെ വന്നതാണ്. ഇനി മേലാക്ക് നിങ്ങൾ എന്നോട് എത്ര എതിർത്ത് പറഞ്ഞാലും ഒരു വാക്കും ഞാൻ അങ്ങോട്ട് എതിർത്ത് പറയില്ല. ഞാൻ നല്ല ക്ഷമിച്ച് ജന്മ ജീവിക്കും. കാരണം എനിക്കുള്ള സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല, ആഖിറം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, എന്റെ ഇബാദത്ത് എനിക്ക് പാഴ്വേലയായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണാർത്ഥത്തിൽ അനുസരിക്കും. അങ്ങനെ അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബാപ്പാക്കും ഉമ്മാക്കും ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ട് അവരെ പൊരുത്തം സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. വല്ലാത്തൊരു ബന്ധമാണ് അള്ളാഹു തആല ബന്ധിപ്പിച്ചത്. ഇബാദത്തിനോട് ഈ ഒരു സേവനത്തെ ബന്ധിപ്പിച്ചപ്പോ എന്തൊരു കടപ്പാടാണത്. ഖാലിഖായ റബ്ബിനുള്ള ഇബാദത്ത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല തൊട്ടു ഉടനെ തന്നെ ഈ കാര്യം പറഞ്ഞപ്പോ അത് വളരെ പരിഗണിക്കേണ്ട, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കൽ പോലും അവരെ പൊരുത്തത്തിനെതിരായി പ്രവർത്തിക്കരുത്. അതുകൊണ്ടാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാപ്പാനോടോ ഉമ്മാനോടോ പൊരുത്തക്കേട് സമ്പാദിച്ചു പോയി പിന്നെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരമോ മറ്റോ ഒന്നും ലഭിക്കാത്ത മനുഷ്യൻ ആ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. നിന്റെ ഇസ്തിഗ്ഫാറിന്റെ ആത്മാർത്ഥതയും കട്ടിയും കനവും അനുസരിച്ച് മരിച്ചുപോയ ബാപ്പക്ക് ഉമ്മക്ക് അല്ലാഹു പുറത്തു കൊടുത്താൽ നിനക്കും അല്ലാഹു തആല പുറത്തു തരും. എത്രയെന്ന് കണക്കൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 100-50 കണക്ക് നമ്മളെ മടുപ്പൊന്നും ശരിയാവില്ല. ഇത് സ്വന്തം ഉമ്മാക്കാണെങ്കിലും ബാപ്പാക്കാണെങ്കിലും ഒക്കെ നോക്കി നിങ്ങൾ ആളുകൾ എത്ര പെട്ടെന്ന് ആ കടപ്പാട് മറന്നതെന്നറിയോ. നമ്മളെ നാട്ടിലൊന്ന് കൂട്ടിയൊക്കെ, ഈ നാട്ടിൽ ബാപ്പാരും ഉമ്മാരും മരിച്ചുപോയി, ആദ്യത്തെ കൊല്ലം ആണ്ട് നടത്തി. ബാപ്പാന്റെ സ്വത്തും ഉമ്മാരുടെ സ്വത്തും എന്നാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ, മറക്കരുത്.
രണ്ടാമത്തെ കൊല്ലം വന്നപ്പോ ആണ്ടൊന്ന് ചെറുതായി, ഈ സ്റ്റേജിന്റെ വലുപ്പത്തിലായി. ഒന്നാമത്തെ ആണ്ട് ഈ മദ്രസന്റെ മുറ്റത്തിന്റെ വലുപ്പം ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്ന് കേസാരി ഇതൊക്കെ. അപ്പോ വന്ന ആൾക്കാരനെ വിചാരിച്ച് ഇങ്ങനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാപ്പ സ്വർഗത്തിൽ തന്നെ നിൽക്കും, ഈ മകന് നിലനിർത്താനുള്ള തോഫീക്ക് ഇററ്റിയെന്നൊക്കെ വേർന്നു ആരൊക്കെ. രണ്ടാമത്തെ കൊല്ലമായപ്പോ സ്റ്റേജിന്റെ വലുപ്പത്തിലേക്ക് മാറി ചുരുങ്ങി. സമ്പത്ത് കുറഞ്ഞിക്കല്ല നമുക്ക് കൂടിയതാ. മൂന്നാമത്തെ കൊല്ലമായപ്പോ പിന്നെ നിങ്ങളെല്ലാരും പറയുന്ന യാസീൻ ഓതിയിട്ട് പായസം ഉണ്ടാക്കിയാൽ മതി. അതാ കഴിഞ്ഞു, അതവിടെ നിന്നു. പിന്നെ 4, 5 ഒന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി സലാം പറഞ്ഞ അതിൽ ഒതുങ്ങി. ആ സ്മരണ അവിടെ നിന്നു. അവര് ബാക്കി വെച്ചതിൽ നിന്ന് നമ്മൾ അങ്ങനെ തിന്ന് മുന്നോട്ട് ജീവിക്കുന്നു, കൊടുക്കുന്നു. അവർക്ക് വേണ്ടി വർഷത്തിൽ ഒരു 10,000 പോലും ചെലവഴിക്കാൻ നമ്മുടെ മനസ്സ് വരുന്നില്ല. അവര് നമുക്ക് ബാക്കി വെച്ചതിൽ നിന്നാണ് ലക്ഷങ്ങൾ നമ്മൾ സമൃദ്ധി ഉണ്ടാക്കിയത്, പൊടിപൊടിച്ചത്. ഇന്നത്തെ വരുമാനമൊക്കെ അതാണ്. ആ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ നമുക്ക് ഇപ്പോഴും കുറവാണ്. വേണ്ട സഹോദരങ്ങളെ, ഇഹ്സാനിന്റെ മാർഗത്തിൽപ്പെട്ടതാണ് അവര്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ആടുകളെയാണ് അറുത്തത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചുകൊണ്ട് എത്ര ആടുകൾ അറുത്തിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് നൽകിയ സ്നേഹം ചെറുതാണോ? സഹകരണം ചെറുതാണോ? നീണ്ട വർഷക്കാലം തങ്ങൾ ജീവിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പമല്ലേ? അത്ര വർഷക്കാലം മറ്റു ഭാര്യമാർക്കൊന്നും കിട്ടിയിട്ടില്ല. 25 വർഷക്കാലം മഹദിയോടൊപ്പമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ആ വർഷങ്ങൾ അത്രയും വലിയ സ്നേഹം നൽകിയ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ സ്നേഹവും സേവനവും ചെറുതല്ല, വിശദീകരിക്കാൻ കഴിയൂല. വഫാത്തിന് ശേഷവും ഖദീജ ബീവിയെ ഒരിക്കൽ പോലും തങ്ങൾ മറന്നിട്ടില്ല. എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് കാണാം. എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ഖദീജ ബീവിയുടെ മദ്ഹ് പറയാത്തൊരൊറ്റ ദിവസവും ഇല്ല. നമ്മളെ വാപ്പാനെ മറന്നു, നമ്മളെ ഉമ്മാനെ മറന്നു. ഇത്രയും നമുക്ക് സ്നേഹം തന്നവരെ നമ്മൾ മറന്നു. ഖദീജ റളിയല്ലാഹു അൻഹയെ മുത്തുനബി തങ്ങൾ മറന്നിട്ടില്ല, ഒരിക്കൽ പോലും മറന്നിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിൽ വരുമ്പോഴൊക്കെ പറയും, എല്ലാ സമയത്തും പറയും. പറഞ്ഞ് 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 പലപ്പോഴും ആടുകളെ അറുത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തേക്കും. ഇടക്കിടക്ക് കിട്ടുന്ന സ്വതക്ക ഖദീജ ബീവിയുടെ സഹോദരി ഉണ്ടായിരുന്നു ജീവിച്ച്, പിന്നീട് ഹാല ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയും. ഹാല ബീവി കൊടുത്തേക്കും. ഹാല ബീവി നബിതങ്ങൾ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ആ ഹാല ബീവിന്റെ സഹോദരിയാണ് നബിതങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷേ അത് എന്റെ ഭാര്യയുടെ സഹോദരിയാണല്ലോ എന്ന നിലക്കുള്ളൊരു ബന്ധം. അടുത്ത ബന്ധമല്ല, അകന്ന ബന്ധാണ്. എന്നിട്ടും അത് സൂക്ഷിച്ചു. ആരോടുള്ള ബന്ധം കൊണ്ട്? ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള ബന്ധം കൊണ്ട്. നമ്മൾ മറക്കണം, നമ്മൾ മറക്കരുത്, മറന്നുപോകാണ്. ബാപ്പാനും ഉമ്മാനെയൊക്കെ മറക്കാണ്. പിന്നെ പള്ളിക്കാട്ടുനിന്ന് പണ്ട് ഉസ്താമാര് വയലറിയുന്ന സമയത്ത് പാടുന്ന ബെയ്ത്തോല ബെയ്ത്ത് ഇങ്ങനെ പാടുന്നുണ്ടാവും, നമ്മൾ കേൾക്കുന്നില്ല എന്നാണ്. അതാ റോട്ടിലൂടെ കുതിച്ചു പായുന്നു, എന്റെ മോനാണത്. ഒന്ന് നിർത്തിയിട്ട് ഈ ബാപ്പക്കൊരു സലാം പറയാൻ അവന് നേരല്ല. 6 വർഷക്കാലം അവൻ ഗൾഫിലായിരുന്നു. 2 മാസത്തെ അവധിയിലാ വന്നത്. അവന്റെ ഭാര്യ അവൻ പോയി കണ്ടു. അവന്റെ ഭാര്യയുടെ കുടുംബത്തെയും കണ്ടു. അവന്റെ സഹോദരിമാരൊക്കെ കണ്ടു. അവനെ വിട്ടത്, വിസ കൊടുത്തത് ഞാനാണ്. എനിക്കൊരു സലാമില്ല, ഒരു ഫാത്തിഹ ഇല്ല, ഒരു ദുആ ഇല്ല. ഞാൻ മരിച്ച ദിവസത്തിലാണ് അവൻ നാട്ടിൽ വന്നത്. അവൻ ഇഷ്ടം പോലെ സൽക്കാരങ്ങൾ പലർക്കും കൊടുത്തു. എനിക്ക് വേണ്ടി ഒരു ഹദിയ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നെ ബന്ധുക്കൾക്കൊന്നും എന്നെ അറിയൂല, എന്നെ പരിചയമില്ല. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതല്ലേ ജീവിതത്തില് അവർക്കുള്ള ദുആ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ? അവരോടുള്ള കടപ്പാട് എപ്പോഴെങ്കിലും തീരുമോ? നമ്മൾ മരിക്കും വരെ ആ കടപ്പാട് നമ്മുടെ പെരടിയിൽ തന്നിട്ടില്ലേ? പിറ്റേന്ന് മാത്രം ഇസ്തിഗ്ഫാർ ചൊല്ലിയാ മതി എന്നാണോ നബി തങ്ങൾ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്ന കാലത്തോളം എന്റെ മരിച്ചുപോയ എന്റെ ഉപ്പാക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാനും ദ്വാർക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. അത് നിർത്താൻ പറ്റും?
പറ്റുമോ നിർത്താൻ പറ്റൂല, മറക്കാൻ പറ്റുമോ മറക്കാൻ പറ്റൂല. കഴിയുന്ന ബാധ്യതകളൊക്കെ ആ ബാപ്പക്ക് വേണ്ടി ചെയ്യണം, കഴിയുന്ന ഹദിയകളൊക്കെ ആ ബാപ്പക്ക് വേണ്ടി ചെയ്യണം. അതിലേറ്റവും വലിയ ഹദിയാണ് വർഷത്തിലൊരിക്കൽ ബാപ്പാന്റെ കൂട്ടുകാരെ സംഘടിപ്പിച്ച് ബാപ്പയുമായി ബന്ധമുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരു സൽക്കാരം കൊടുക്കുമ്പോ ബാധ്യതകളിൽ ഒന്നാണല്ലോ ബാപ്പാന്റെ സുഹൃത്തുക്കളോട് ചങ്ങാതിമാരോട് ബന്ധം പുലർത്തൽ. എപ്പോഴും നമുക്ക് കഴിയൂല, എന്നാ വർഷത്തിൽ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കുക, അന്ന് ബാപ്പക്ക് കുറച്ച് ഹദിയകൾ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, വരുന്ന ആളുകൾക്കൊക്കെ സന്തോഷം പങ്കിടുക. ഇന്ന് ബാപ്പയുടെ വഫാത്തിന്റെ ദിനമാണ്, മറക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട ഇഹ്സാനാണ്. 2 വർഷക്കാലം കൊണ്ട് ഞാൻ പലരോടും മുന്നിൽ വന്നാളോട് ചോദിച്ചു, ബാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായി? 25 കൊല്ലായി. കഴിഞ്ഞല്ല ബാപ്പാന്റെ ആണ്ട് കഴിച്ചു. അപ്പൊ മൂത്ത ഇങ്ങനെ നോക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ ചോദ്യം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞെല്ലാം വാപ്പാന്റെ ആണ്ട് കഴിച്ചു. സാർ റബീഉൽ വീട്ടിൽ മൗലൂദിന്റെ അതൊന്നല്ല ചോദിച്ചത്, വാപ്പാന്റെ ആണ്ട് കഴിഞ്ഞൊല്ലം കഴിച്ചോന്ന്. അല്ല ഉസ്താദേ, അത് നമ്മള് സംഭാവന കൊടുക്കൽ അതൊന്നല്ല ചോദ്യം. വാപ്പയുടെ ആണ്ട് നിങ്ങളെ വീട്ടിൽ കഴിച്ചോ? എന്തേ കഴിക്കാൻ പറ്റൂലേ? പിന്നെ ആ സുന്നൊന്നുമില്ല, പിന്നെ ഏത് സുന്യ? ആ സുന്നീസൊന്നും നമ്മളില്ലേ എല്ലാ വർഷവും? എന്നാ ആ വാപ്പാന്റെ ഹയാത്തിൽ നമ്മൾ മറ്റൊന്ന് കണ്ടിട്ടുണ്ട്. വാപ്പാന്റെ ആണ്ടിൽ നമ്മൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് ഓർമ്മ ഉണ്ടാവും. വാപ്പ ഹയാത്തുള്ള കാലത്തോളം എത്ര കൊല്ലം നമ്മളോട് ഒപ്പം വാപ്പ ഉണ്ടായിരുന്ന അത്രയും ഹയാത്ത് കാലത്ത് 35, 40, 40 എല്ലാ വർഷം ഉണ്ടായിട്ടില്ലേ? പിന്നെ നമ്മൾ ഈ വാപ്പാനെ വിട്ടത് എന്തിനാ മറന്നത്? എന്തിനാ ഒഴിവാക്കിയത്? അവരെ സമ്പത്തല്ലേ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഇന്നും നമ്മൾ വളർന്ന് കൊഴിച്ച് മുന്നോട്ട് പോകുന്നത്. കൊഴുത്തു തീരുന്നത് കൊണ്ടല്ലേ? മറക്കാൻ പറ്റൂല. ഞാനതിന് ഏറ്റവും വലിയ തെളിവ് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 9 ദിവസത്തിൽ ഒരു ദിവസം എന്ന നിലക്ക് തങ്ങൾ വിസിറ്റ് ചെയ്യുന്ന താമസിക്കുന്ന ഹുജ്റയാണ് ഹുജ്റത്തു ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂം, മുറി. അവിടെ വെച്ച് ഇഷ്ടം പോലെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് പറയും. മദ്ഹ് പറയൽ സുന്നത്താണ്.